ഗണ്ടിക്കോട്ട. ഞാൻ ഈ ഒരു സ്ഥലത്ത് പോകുന്നത് പെട്ടെന്നൊരു ദിവസം രാത്രി എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു, റാസിൽ നമുക്ക് നാളെ രാവിലെ എണീറ്റ് ഗണ്ടിക്കോട്ട പോകണം. ഞാൻ വെച്ചാൽ ഗണ്ടിക്കോട്ട നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 7 hours ജേർണി ഉണ്ട് ഗണ്ടിക്കോട്ടയിലേക്ക്. ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. ദ ഗ്രേറ്റ് കനിയോൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗണ്ടിക്കോട്ട. ഒരു ഫോട്ടോ ഷൂട്ടിന് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒന്ന് ഫ്രണ്ട്സായിട്ട് പോയി ഇത് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടിലൊന്നാണ് ഗണ്ടിക്കോട്ട. ലൈക്ക് ഒരു കോട്ടയാണ് പഴയ. അതിൻ്റെ ഉള്ളിൽ പല ഭരണകാലത്തുള്ള ടെമ്പിളുകളുണ്ട്, മോസ്കുകളുണ്ട്, പഴയ അമ്പലങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ കോട്ടൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ എത്തേണ്ടത് ഒരു ഈവനിങ് 4 മണിക്ക് എത്തിയിട്ട് ഒരു ഈവനിങ് ഒരു 6:30 വരെ, മീൻസ് ആ ഒരു സൺസെറ്റ് കാണാൻ പൊളിയാണ്. അതേപോലെ തന്നെ അവർ ഗവൺമെൻറ് അവിടെ അതിൻ്റെ അടുത്തായിട്ട് ടെൻറ്റും കോമൺ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എണീച്ചിട്ട് അവിടുത്തെ ആ സൺറൈസും കൂടി കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു കനിയോൺ, ഈ ഗ്രേറ്റ് കനിയോണിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു അരുവിയൊക്കെ പോകുന്നുണ്ട്, ഒരു റിവറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പം ഭയങ്കര ഭംഗിയാണ്. അപ്പം അവിടെ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെ ഏരിയകളുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ ഗണ്ടിക്കോട്ടയിലേക്ക് മാത്രമായിട്ടായിരുന്നു അന്ന് പോയത്. 7 hours ജേർണി. ഇവിടുന്ന് ഒരു 280 കിലോമീറ്റർ ഉണ്ട്. ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു 6 പേരൊക്കെ കാറിൽ ഒരുമിച്ച് പോകാം. ഇനി അതല്ല, ബസ്സുണ്ട് ഇവിടുന്ന്, മീൻസ് ആന്ധ്രാപ്രദേശ് APSRTC ബസ്സുകൾ അങ്ങോട്ട് റൂട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോകണം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 days ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഗണ്ടിക്കോട്ട എന്ന് പറയുന്നത്.